ആദ്യ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടിയും കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണു സുധി. തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് രേണു ഇതുവരെയും സംസാരിച്ചിരുന്നില്ല. എന്നാൽ ആരോപണങ്ങൾ ശക്തമായതോടെ താരം പ്രതികരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് മുമ്പൊരു ജീവിതമുണ്ടായിരുന്നു, അത് സുധിച്ചേട്ടനും അറിയാം. സുധിച്ചേട്ടന്റെ വാക്കു മാനിച്ചാണ് ഞാൻ അക്കാര്യം പറയാതിരുന്നത്. പഴയ ജീവിതം ചകഞ്ഞു പോകേണ്ടതില്ല. ഈ പ്രതിപാദിച്ച ആൾക്ക് പോലും താല്പര്യമില്ല. അയാൾക്ക് ഇന്നൊരു കുടുംബമുണ്ട്. ബിനു എന്നാണ് അയാളുടെ പേര്. സ്റ്റാർ മാജിക്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വന്നതാണ്. പക്ഷെ സുധിച്ചേട്ടനാണ് പറയണ്ട എന്ന് പറഞ്ഞത്. സുധിച്ചേട്ടന്റെ വീട്ടുകാർക്കും ഇക്കാര്യം അറിയാവുന്നതാണ് എന്ന് രേണു പറയുന്നു. പെന്തിക്കോസ്ത രീതിയിലായിരുന്നു വിവാഹം. അതിനാലാണ് ആളുകൾ പാസ്റ്റർ എന്ന് കമന്റ് ഇടുന്നത്. പക്ഷേ ആള് പാസ്റ്റർ അല്ല. പെന്തിക്കോസ്ത രീതി ആയിരുന്നതിനാൽ താലി കെട്ടിയില്ല. അതിനാലാണ് എന്നെ ആദ്യമായി താലി കെട്ടിയത് സുധിച്ചേട്ടനാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കള്ളത്തരവും പറഞ്ഞിട്ടില്ലെന്നും രേണു പറയുന്നു. കല്യാണം കഴിച്ചാൽ രജിസ്റ്റർ ചെയ്യണമല്ലോ. 1 മാസവും 2 മാസവും കഴിഞ്ഞാകും പൊതുവെ രജിസ്റ്റർ ചെയ്യുക. ഇതൊരു മാസമൊന്നും നിന്നില്ല. പിന്നെ എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്? അത് കഴിഞ്ഞ കാര്യമാണ്. എനിക്കും അയാൾക്കും ഒരു ബന്ധവുമില്ല. ആരോപണങ്ങൾ വന്നതിനാലാണ് അതേക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്റെ ഭർത്താവിന്റെ വാക്കിനെ മാനിച്ച് ഇതുവരെയും പറഞ്ഞിരുന്നില്ല എന്ന് രേണു പറയുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ല. ചില വ്ളോഗർമാർ അദ്ദേഹത്തെ തേടി പോയിരുന്നു. രേണു സുധിയുടെ ഭാര്യയാണ്. ഞാൻ എന്തു പറയാനാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണെന്നും രേണു ആവർത്തിക്കുകയാണ്.